ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഡെലിവർ ചർച്ചൊരുക്കുന്ന ഡെലിവറൻസ് ബൈ ഫയർ എന്ന പ്രോഗ്രാമിലേക്ക് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ദൈവം ചെയ്ത വലിയ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡിൽ കാണാൻ സാധിക്കും. കർത്താവ് വർഷങ്ങളായിട്ട് പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് പഠിക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങളെ കർത്താവ് രോഗത്തിൽ നിന്ന് പൂർണ്ണമായി വിടുവിച്ചു. എന്ന് പറഞ്ഞാൽ മരുന്നുകൊണ്ടും ആഭിചാരങ്ങൾ കൊണ്ടും ഒന്നും വിടുവിക്കപ്പെടാൻ പറ്റാത്തത് കർത്താവായ യേശുവിൻ്റെ നാമം പറയുമ്പോൾ വിടുവിക്കപ്പെടുകയാണ്. ദൈവം നമ്മളെ വിളിച്ചത് അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടിയാണ്. എന്നാൽ പലപ്പോഴും അത് യഥാർത്ഥമായിട്ട് പ്രാപിക്കാൻ കഴിയാതെ സാഹചര്യങ്ങളിൽ, സമ്മർദ്ദങ്ങളിൽ ഒതുങ്ങി നാം തകരുന്ന അല്ലെങ്കിൽ പരാജയപ്പെടുന്നൊരു കാഴ്ചയാണ് നാം കാണുന്നത്. എന്നാൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മളെ വിലക്ക് വാങ്ങി അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം നാം വിശ്വാസത്തിൽ പ്രാപിക്കണം. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ, വചനം പറയുമ്പോൾ ഒരാത്മാവിൻ്റെ ശക്തമേറിയ അഭിഷേകം നിങ്ങളിലേക്ക് വ്യാപരിക്കും. ആ അഭിഷേകം ആത്മാവിനെ പ്രാപിച്ച ആ ദൈവ സാന്നിധ്യം വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്: അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്തിൽ പ്രാപിക്കണം. നമുക്ക് ഒരുമിച്ച് മെസ്സേജിന് ശേഷം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും. പത്രോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ് അന്ന് സഭയ്ക്ക് നേരിട്ടത്. റോമിൽ ഒരു അഗ്നിബാധ ഉണ്ടായതിനെ തുടർന്ന് അതിന്റെ പിന്നിൽ ക്രിസ്ത്യാനികളാണെന്ന് നീറോ ചക്രവർത്തി ആരോപിച്ചിട്ട് ക്രിസ്ത്യാനികളുടെ ഇടയിലേക്ക് വ്യാപകമായിട്ട് അക്രമം അഴിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ 5 സ്ഥലങ്ങളിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. അവൻ പോന്തൂസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസയിലും ബിദൂനയിലും ഒക്കെ ഈ സ്ഥലങ്ങളിൽ 5 സ്ഥലങ്ങളിലേക്ക് നീറോ ചക്രവർത്തി ക്രിസ്ത്യാനികൾക്കെതിരെ പീഡനം അഴിച്ചുവിട്ടു. ക്രിസ്ത്യാനികളെ കൊല്ലുവാൻ ആരംഭിച്ചു. ക്രിസ്ത്യാനികളെ ദണ്ഡിപ്പിക്കാൻ ആരംഭിച്ചു. അവരെ കാരാഗ്രഹത്തിൽ അടക്കാൻ ആരംഭിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ, പത്രോസ് അപ്പോസ്തലൻ അവരെ ബലപ്പെടുത്തുവാൻ എഴുതിയ ഒരു ലേഖനമാണ് 1 പത്രോസിന്റെ ലേഖനം. അതിനകത്ത് എഴുതിയിരിക്കുന്നു: നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും. അവൻ നിങ്ങൾ ചെയ്യാത്തൊരു തെറ്റിന് കുറ്റം ആരോപിച്ച് നിങ്ങളെ പീഡിപ്പിക്കാൻ ആരംഭിക്കുമ്പോൾ ദോഷത്തിന് ദോഷം നിങ്ങൾ പകരം ചെയ്യരുത്. നിങ്ങൾ പ്രതികാരം ചെയ്യരുത്. പ്രതികാരം യഹോവയ്ക്കുള്ളതാണ്. അവൻ പകരം ചെയ്യട്ടെ. നീ അവനെ അനുഗ്രഹിക്കണം. ഇത് വാറുകൊണ്ട് പറയാൻ ആരംഭിക്കുന്നു. സ്വർഗം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം. അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. ഇന്ന് നിന്റെ വിളി കട്ടം അനുഭവിക്കാനല്ല, നിന്റെ വിളി നിന്ന് അനുഭവിക്കാനല്ല, നിന്റെ വിളി പരാജയപ്പെടാനല്ല, നിന്റെ വിളി അനുഗ്രഹം അനുഭവിക്കാനാ. നിന്റെ ആമേൻ പറയാൻ പറ്റുമോ? നിന്റെ വിളിച്ചത് അനുഗ്രഹം അനുഭവിക്കാനാ. കാണാൻ വേണ്ടി വിളിച്ചതാണോ? അല്ല, അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി വിളിച്ചത്. എന്ന് പിശാച് പറയുന്നില്ല, നീ അനുഗ്രഹം അനുഭവിക്കത്തില്ല. എന്നാൽ വാട്ടി ഉറച്ച് വിശ്വസിച്ചോട് പ്രഖ്യാപിക്കണം: ഞാൻ അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി എന്റെ കർത്താവിനെ വിളിച്ചതാ. ഞാൻ ഫലം കായ്ക്കാൻ വേണ്ടി കർത്താവിനെ വിളിച്ചതാ. എന്നെ പ്രകാശിക്കാൻ വേണ്ടി കർത്താവിനെ വിളിച്ചതാ. ഇല്ലെങ്കിൽ കാഴ്ച പ്രാപിക്കത്തില്ല, ഉയർച്ച തന്നെ പ്രാപിക്കാം. വളരെ ശക്തമായിട്ട് എന്തുകൊണ്ടാണ് കർത്താവ് നാം അനുഗ്രഹിക്കുന്നത്? ആവർത്തന പുസ്തകം 23-5 എന്നാൽ ബിലിയാമിന് ചെയ്തു കൊടുപ്പാൻ നിന്റെ ദൈവമായ യഹോവയ്ക്ക് മനസ്സിലായിരുന്നു. നിന്റെ ദൈവമായ യഹോവ നിന്നെ സ്നേഹിച്ചതുകൊണ്ട്
ശാപം നിനക്ക് അനുഗ്രഹമാക്കുവാൻ. ഈ വാക്യം നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ട് ദിവസം ഒരു പ്രാവശ്യം പറയണം. നിന്റെ ദൈവമായ യഹോവ നിന്നെ സ്നേഹിച്ചുകൊണ്ട്, നീ ആരാധിച്ചുകൊണ്ടല്ല, നീ പ്രാർത്ഥിച്ചുകൊണ്ടല്ല, നീ ഉപവസിച്ചുകൊണ്ടല്ല ദൈവത്തെ സ്നേഹിച്ചതോ. റോമർക്കെതിരെ ലേഖനം 5:8 ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കും. എപ്പോഴാ കർത്താവ് മരിച്ചേ? ഞാൻ പാപിയായിരിക്കുമ്പോൾ ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു. എന്റെ ദൈവം എന്നോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ഇന്ന് പകൽ ദൂതൻ വിളിച്ചു പറയട്ടെ, നിന്നെ ആരൊക്കെ ശപിച്ചാലോ ആ ശാപം നിന്റെ തലയിൽ നിൽക്കത്തില്ല. കാരണം നിന്നെ സ്നേഹിച്ചതോ അത് നിന്റെ സ്നേഹത്താലാണ്. ബിലിയാം ദൈവത്തിന്റെ ഒരു പ്രവാചകനാണ്. ബിലിയാം ദൈവത്തിന്റെ പ്രവാചകനായിരിക്കുമ്പോൾ തന്നെ ബിലിയാമിന് ക്വാളിറ്റി ഉണ്ട്. ബിലിയാം അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, ബിലിയാം ശപിക്കുന്നവർ ശപിക്കപ്പെടും. അങ്ങനെ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ബാലാക്കിന്റെ മകനായ സിപ്പോറിന്റെ മകനായ ബാലാക്ക് ബിലിയാമിനെ വിളിച്ചുകൊണ്ട് ഒരു ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. അവർ കാള വയലിലെ പുല്ല് നക്കി തിന്നുന്ന പോലെ ജനത്തെ നക്കി തിന്നു കളഞ്ഞു. അതുകൊണ്ട് അവരെ വന്ന് ശപിക്കണം. നീ ശപിച്ചാൽ ഞങ്ങൾക്ക് അവരെ ജയിക്കാൻ പറ്റും. ഒരു ദൂത ഇതിനകത്ത് ഞാൻ വിളിച്ചു പറയട്ടെ, ഒരുവന്റെ കുടുംബത്തിനകത്ത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ശാപമുണ്ടെങ്കിൽ അവൻ അറിയാതെ അവന്റെ ജീവിതത്തിൽ പരാജയം ഉണ്ടാകും. അവൻ ബാലാക്കിനറിയാം, ബിലിയാം വന്ന് ഇസ്രായേൽ മക്കളെ ശപിച്ചാൽ ആ ശാപം അവന്റെ തലയിൽ നിന്നാൽ അവന്റെ ജീവിതം ഒരു പരാജയമായിരിക്കും. എന്നാൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, ജീവിതത്തിനകത്ത് എത്ര അധ്വാനിച്ചിട്ടുള്ള ജയിക്കാൻ കഴിയാതെ എന്നറിയാതെ നീ പോഴയുണ്ടെങ്കിൽ നീ പോലും അറിയാതെ ഒരു ശാപത്തിന്റെ കുടുംബത്തിനകത്തുണ്ട്. ആ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുവാൻ കർത്താവിന്റെ സ്നേഹം നിന്റെ ഭവനത്തിൽ കടന്നു വരിക. ശാപത്തിന്റെ ഒന്നാമത്തെ ലക്ഷണമാണ് പരാജയം. ഇവര് ശക്തിയുള്ളവരാണ്. ഇവരെ പരാജയപ്പെടുത്തണമെങ്കിൽ നീ വന്നവരെ ശമിക്കണം. ശമിക്കുവാൻ കൂലിക്ക് പ്രവാചകനെ വിളിച്ചപ്പോൾ ദൈവം പ്രവാചകൻ പറഞ്ഞു, യഹോവ പ്രാകാത്തവനെ ഞാനെങ്ങനെ പ്രാകും, യഹോവ ശമിക്കാത്തവനെ ഞാനെങ്ങനെ ശമിക്കും. അവർ അനുഗ്രഹിക്കപ്പെട്ടവരാ. ഇന്ന് പകൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ശാപത്തിന്റെ കുടുംബത്തിൽ നിലനിൽക്കത്തില്ല. ബിലിയാം ശപിക്കാൻ വന്നിട്ട് അവനെ കൊണ്ട് ശപിക്കാൻ പറ്റിയില്ല. അവൻ ശപിക്കാൻ വാ തുറന്നപ്പോൾ ദൈവം കൊടുത്തത് അനുഗ്രഹത്തിന്റെ ദൂതാണ്. ഇത് പനിച്ചു മറക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ആഭിചാരം യാക്കോബിന് പറ്റത്തില്ല. യേശുവിനെ ഇസ്രായേലിന് ഫലിക്കത്തില്ല. ശപിക്കാൻ വന്നവനെ കൊണ്ട് അനുഗ്രഹിപ്പിച്ച ദൈവം. പ്രിയരെ, വളരെ ശക്തമായി വിളിച്ചു പറയാം, കർത്താവ് നിന്നെ സ്നേഹിച്ചു എന്ന് വിശ്വസിക്കാൻ ആ സെക്കൻഡ് തൊട്ട് അനുഗ്രഹം നിന്റെ കുടുംബത്തിൽ ഉണ്ടാവണം. നിന്നെ ശപിക്കാൻ വേണ്ടി വിളിച്ചതല്ല. നിങ്ങളെ ശാപമെന്ന് ആരൊക്കെ പറഞ്ഞാലോ ആ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുവാൻ, ആ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുവാൻ കഴിവുള്ള യേശു ഇന്ന് പകലിന്റെ അടുക്കലുണ്ട്. യേശുവിനെ വിശ്വസിക്കുക, അവൻ ആ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റും. ബിലിയാമിന് ചെറുകൊടുപ്പാൻ നിന്റെ ദൈവമായ യഹോവയ്ക്ക് മനസ്സിലായി. നിന്റെ ദൈവമായ യഹോവ നിന്നെ സ്നേഹിച്ചിട്ടുണ്ട്. ശാപം നിനക്ക് അനുഗ്രഹമാക്കി തീർന്നു. ഇന്ന് ശാപത്തിൽ കിടക്കുന്നു. കുടുംബപരമായ ശാപം, മക്കളുടെ ശാപം, ബിസിനസ്സിൽ ശാപം, വിദ്യാഭ്യാസത്തിൽ ശാപം. ശപിക്കപ്പെട്ടവൻ വിതക്കും, പക്ഷെ കൊയ്യത്തില്ല. ശപിക്കപ്പെട്ടവൻ വീടും പണിയും പണി പൂർത്തീകരിക്കുമ്പോൾ അത് വിറ്റുപോകും. അവൻ അതിനകത്ത് പാക്കാൻ പറ്റത്തില്ല. അവനെ ശപിക്കപ്പെട്ടവൻ കാളയെ അടക്കുക, മറ്റുള്ളവൻ മാംസം തിന്നുക, ഇവനത് തിന്നാൻ പറ്റത്തില്ല. ശപിക്കുന്നവൻ തോട്ടം നട്ടുണ്ടാക്കുക, പക്ഷെ അതിന്റെ ഫലം അനുഭവിക്കത്തില്ല. അങ്ങനെ ശാപങ്ങളുടെ നീണ്ട പട്ടിക ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ അതിനകത്ത് തന്നെ തുടക്കം ശാപമല്ല, തുടക്കം അനുഗ്രഹം പറഞ്ഞിട്ട ശാപം. ഇന്ന് പറഞ്ഞ വ്യക്തമായി വിളിച്ചു പറയാം, നിന്റെ കുടുംബത്തിനകത്ത് ശാപമുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാം. അവന്റെ
എന്തിനാലും ഉൾക്കണ്ട ഭയം നിന്നെ ഭരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നീ ശാപത്തിന് കീഴാണ്. എന്നാൽ ദൈവമായ യഹോവയുടെ സ്നേഹം, കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരിയുടെ സ്നേഹം നിന്റെ അകത്ത് വന്നാൽ ആ ശാപത്തിനകത്ത് നിന്നും നിന്നെ പുറത്തെടുക്കും. നിന്റെ ദൈവമായ യഹോവ നിന്നെ സ്നേഹിച്ചതുകൊണ്ട് ശാപം നിനക്ക് അനുഗ്രഹമാക്കി തീർക്കും. സദൃശവാക്യം 8:20 തന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമായി കൊടുക്കേണ്ടതിനും അവന്റെ ഭണ്ഡാരങ്ങളെ നിറയ്ക്കേണ്ടതിനും തന്നെ കർത്താവിനെ സ്നേഹിച്ചാൽ എന്റെ ശാപം മാറുമെന്ന് മാത്രമല്ല, വസ്തുവകകളെ അവകാശമായി തരികയോ എന്റെ ഭണ്ഡാരങ്ങളെ നിറയ്ക്കുകയും ചെയ്യുക. ശാപം നിനക്ക് അനുഗ്രഹമായി എങ്ങനെ? വസ്തുവകകൾ അവകാശമായി തരും. എന്റെ ഭണ്ഡാരങ്ങളെ അവൻ നിറയ്ക്കും. എന്നൊരു ദൂതൻ വ്യക്തമായി വിളിച്ചു പറയാം. ഒരിക്കൽ 2 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 2 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 11-12 ദാവീദ് അബ്ശലോമിന്റെ മുമ്പിൽ നോടി താനും തന്റെ സൈന്യമായി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ശിമയി ശപിച്ചുകൊണ്ട് വരിക, രക്തപാതക നീജ പോ എന്ന് പറഞ്ഞ ശവന്റെ കുടുംബത്തിന്റെ അവൻ രക്തത്തിന്റെ തലയിൽ ദൈവം വെച്ചിരിക്കുന്നു അവൻ എന്ന് പറഞ്ഞ് ശപിച്ചുകൊണ്ട് അവനെ പ്രാഗിക്കൊണ്ട് കല്ലുവാരി എറിഞ്ഞു, പൂഴുവാരി എറിഞ്ഞു. അവന്റെ പുറകെ നടക്കുമ്പോൾ ഷാമൻ ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്ന അവൻ ചില യോദ്ധാക്കൾ പറഞ്ഞു, ഇവനെ അഭിഷേകം പറഞ്ഞു ഈ ചത്തനായെ വെട്ടിക്കളയണമെന്ന് ചോദിച്ചപ്പോൾ ദാവീദ് പറഞ്ഞു, ഇല്ല, അവനെ വെട്ടണ്ട. അവൻ ദൈവം എന്റെ സങ്കടം കണ്ടിട്ട് ഇവന്റെ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം നൽകും. ശാപത്തിന് പകരം അനുഗ്രഹം തരുന്നൊരു കർത്താവ്. എന്റെ സങ്കടം കാണുന്ന ദൈവം ഇവന്റെ ശാപത്തിന് പകരം ഇവൻ ശപിച്ചോട്ടെ, ഇവനെ പ്രാപിക്കോട്ടെ, എന്റെ സങ്കടം കാണുന്ന ദൈവം എന്റെ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം തരാൻ ശക്തനാണ്. ഞാനും നിങ്ങളും ശപിക്കപ്പെടാൻ വിളിക്കപ്പെട്ടതല്ല. ഒരുപക്ഷെ നാട്ടുകാർ പറയും, മാതാവും പിതാവും പറയും, കൂട്ടക്കാർ പറയും നീ ശാപമാണ്. പക്ഷെ നിങ്ങൾ പറയരുത്, ശാപമാണെന്ന് പറയരുത്. നിങ്ങൾ പറയണം, ഇല്ല, കർത്താവ് എനിക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് എന്നെ അവൻ വിലക്ക് വാങ്ങിയിരിക്കുന്നു. ഞാൻ ശപിക്കപ്പെട്ടവരല്ല, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നവരും പ്രവൃത്തി കൊണ്ട് നീതീകരിക്കപ്പെടാം എന്ന് ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ശാപത്തിന് കീഴാണ്. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാണ്. 1 കൊരിന്ത്യർ ലേഖനം 16:22 കർത്താവിനെ സ്നേഹിക്കാത്ത ഏവരും ശപിക്കപ്പെട്ടവൻ. ഞാൻ പ്രസംഗിക്കുന്നതോ ദൈവ സ്നേഹത്തിനകത്തേതാ, ഞാൻ പ്രവചിക്കുന്നതോ ദൈവ സ്നേഹത്തിനകത്തേതാ, ലോകം വഴി പ്രാർത്ഥിക്കുന്നതോ ദൈവ സ്നേഹത്തിനകത്തേതാ. ഇന്ന് പകൽക്കാലമോ ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ കാരണം ഞാൻ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിനായിരിക്കും. ഞാൻ വിളിച്ചു പറയട്ടെ, ചെയ്യുന്നത് ദൈവ സ്നേഹത്തിൽ ചെയ്താൽ അത് അനുഗ്രഹമാണ്. കർത്താവിനെ സ്നേഹിക്കാത്തതാ ഏറ്റവും വലിയ ശാപം. ഇന്ന് ഞാൻ വിളിച്ചു പറയാം, നിങ്ങളുടെ ശാപത്തിൽ ദൈവം നിങ്ങളെ വിലക്കുവാണ്. എന്നിട്ടും ഈ കർത്താവിനെ നിങ്ങൾ സ്നേഹിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മേൽ ശാപം വരും. എന്നാൽ കർത്താവിനെ സ്നേഹിച്ച ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നിങ്ങളെ കൂടി കാണുന്നു. ഇന്ന് വന്ന ശാപം അനുഗ്രഹമായി മാറുവാൻ, ഇന്ന് വന്ന തകർച്ച ഒരു വിജയമായി മാറുവാൻ, ഇന്ന് വന്ന പരാജയം ഒരു വൻ വിജയമായി മാറുവാൻ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കാം. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു എനിക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് എന്നെ വിലക്ക് വാങ്ങി. അടുത്ത വാക്യം, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൻ ജാതികൾക്ക് വരേണ്ടത് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കാൻ തന്നെ. ഇനി ഞാൻ വിളിച്ചു പറയാം, ആത്മാവിനെ വിശ്വാസത്താൽ പ്രാപിച്ച നീ അനുഗ്രഹത്തിന് കീഴാണ്.
ശരിക്കും നിങ്ങൾ താമസിക്കുന്നവരെയാണ്? അയർക്കുന്നത്. എത്ര നാളായി മോക്ക് എത്ര വർഷമായി മോക്ക് ഈ അസ്വസ്ഥതയുണ്ട്? 3 വർഷമായി. എന്താണ് അസ്വസ്ഥത? തലകറക്കം. തലകറങ്ങി ഇങ്ങനെ വീഴുമോ? ബോധം കെട്ട് വീഴും. എഴുന്നേൽപ്പിക്കാം. ഒരു ഡെയിലി വീഴും? ദിവസവും വീഴും? ദിവസം 6-7 പ്രാവശ്യം വീഴും. ഹല്ലേലൂയ. 3 മാസമായി സമാധാനമായിട്ട്. അപ്പൊ ഇപ്പൊ ഈ കുട്ടി എത്രല്ല പഠിക്കുന്നത്? +1. എത്ര പഠിക്കുമ്പോ എത്ര മാസം പഠിക്കുമ്പോൾ തുടങ്ങിയതാണ്? ഉണ്ടായിരുന്നു. ഈ വീഴ്ച തുടങ്ങിയത് എത്ര? വീഴില്ല. അപ്പൊ ആദ്യം സ്കൂളിൽ ചെല്ലുന്നത്? വീട്ടിൽ വെച്ച് വീഴാം. വീട്ടിൽ വരുമ്പോ തലകറങ്ങി വീഴും. 6-7 പ്രാവശ്യം വീഴും. നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടോ ഈ കുഞ്ഞിന് വേണ്ടി? ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടോ? ഏത് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു? അമ്മച്ചേരി. അപ്പൊ മെഡിസിൻ തന്നു. എത്ര നാൾ കഴിച്ചു? ട്രീറ്റ്മെന്റ് ഇല്ല. 16 ഗുളിക. ഇവിടെ വരുമ്പോൾ ഈ കുട്ടി ഒരു ദിവസം 16 ഗുളിക കഴിക്കുന്നുണ്ട്. നിങ്ങൾ ഇതിനു വേണ്ടി ഹോസ്പിറ്റലല്ല, വേറെ എന്തെങ്കിലും? എത്ര രൂപയ്ക്ക്? ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വീട്ടിൽ ചെല്ലുന്ന ഇവിടെ വന്ന് വീട്ടിലെ വിളിച്ചു ചെന്നപ്പോഴത്തേക്കാണ് ഈ സാക്ഷ്യം പറയുന്നത്. അത്ഭുതപ്പെട്ടു പോയി. ശരിക്കും നമ്മളെ ഇവർക്ക് വേണ്ടി അങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കുകയോ ഇവിടെ വീട്ടിൽ പോയി പ്രാർത്ഥനയൊക്കെ ഒന്നും ചെയ്തില്ല. 3 മാസമായിട്ടുള്ളതൊന്നും. ഒരു ദിവസം 6-7 പ്രാവശ്യം ഈ കുഞ്ഞ് അല്ലെങ്കിൽ മുന്നോട്ട് തന്നെ ഈ കുഞ്ഞ് തലകറങ്ങി താഴെ വീഴും. ഈ കുഞ്ഞിൻ്റെ ഫാദറിൻ്റെ ചേട്ടനും ചേച്ചിയും മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാണ്. അവർ ചെയ്യാവുന്ന ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്തു. ഒരു ദിവസം 16 ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവിടെ നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ പൂർണ്ണമായി കർത്താവ് യേശു ക്രിസ്തു കൊടുത്തു. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചു കർത്താവിനെ സ്തുതിക്കട്ടെ. ഈ കുഞ്ഞ് ഇപ്പോൾ ഗുളിക എടുക്കുന്നില്ല. 16 ഗുളിക ദിവസം കഴിച്ചുകൊണ്ടിരുന്ന കർത്താവ് അത്ഭുതകരമായി സൗഖ്യം കൊടുത്തു. എല്ലാവരും കരങ്ങളിൽ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ നീ കൊടുത്ത വിടുതലിനായി സ്തോത്രം. ദൈവപ്രവൃത്തി ഇവിടെ മേൽ വെളിപ്പെടാൻ നമ്മെ നമ്മൾ ഒരുമിച്ച് ഇവിടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ. തിരുവനന്തപുരം RCC അതിന്റെ റിപ്പോർട്ടുണ്ടോ? വീട്ടിലുണ്ടോ? സ്വന്തം ഈ ക്യാൻസർ മാറിയെന്ന് പറഞ്ഞാൽ കാണുന്നില്ല. റിപ്പോർട്ട് കൊണ്ടുവരണം. യേശു ചെയ്യുന്നത് ഊഹാപോഹമല്ല. യേശു ചെയ്യുന്നത് തെളിവ് സഹിതമാണ്. എത്ര റേഡിയേഷൻ ചെയ്തായിരുന്നു? 25 റേഡിയേഷൻ ചെയ്തു. എവിടെയായിരുന്നു? വൈറ്റിനോ? അടിവയറിന് 25 റേഡിയേഷൻ ചെയ്തിട്ട് മാറത്തില്ലായിരുന്നു. പക്ഷെ ദേഹമെല്ലാം കറുത്തു. ഇവിടെ കൊണ്ടുവന്നപ്പോ ഈ ശരീരമെല്ലാം കറുത്തിങ്ങനെ തടിച്ച് പുണ്ണുപോലെയായിരുന്നു. പറഞ്ഞാൽ അതിന്റെ ചെറിയ പാടുകളുണ്ട്. ഇവിടെ കൈയുണ്ടോ? ചെറിയ പാടുകൾ കൈമേലുണ്ട്. അതുപോലെ നമ്മൾ കൈവച്ചു പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ കൃപയാൽ 25 റേഡിയേഷൻ കൊണ്ട് മാറാത്തത് യേശുവിന്റെ നാമം പറഞ്ഞപ്പോൾ അത്ഭുതകരമായി സൗഖ്യം കൊടുത്തു. സ്കൂളിൽ പോകണ്ടേ? സ്കൂളിൽ പോവുകയല്ലേ? ബാക്കി സ്കൂളിൽ പോകാൻ വരുമ്പോഴത്തേന് തന്നെ പരീക്ഷ സമയം കൊണ്ടാകുമ്പോഴത്തേന് തലവേദനയായിട്ട് അവള് സ്കൂളിൽ പോവുകയല്ലേ. പക്ഷെ ഞാൻ ഈ കൊച്ചിനെ ഒത്തിരി സ്കൂളിൽ പോകാതിരിക്കുമ്പോൾ നമ്മളെ ഒത്തിരി ഉപയോഗിച്ചിട്ടുണ്ട്. അന്നേരം അവള് പോവുകയായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ സഹോദരങ്ങളിലൂടെയാണ് ഇവിടെ വരുന്നത്. എൻ്റെ വീട് മാതിരിയാണ്. അവിടെ ഞങ്ങളിവിടെ വന്ന് പണ്ട് സഭയിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം കുട്ടിക്ക് വളരെ കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നു കുട്ടിക്ക് പ്രശ്നം? ഈ കുട്ടിക്ക് തലവേദനയായിരുന്നു. ദൈവങ്ങളെ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ കൃപയാൽ ഈ ശരീരത്തിൽ നിന്ന്, ഈ കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന്
തലവേദന കൊണ്ടുവന്ന 2 അശുദ്ധാത്മാക്കൾ ഇവളുടെ ശരീരം വിട്ട് മാറി. അന്ന് തൊട്ടും പിന്നെ തലവേദന ഇല്ല. ഇപ്പൊ കുഞ്ഞ് സ്കൂളിൽ പോകുന്നുണ്ടോ? പ്രാർത്ഥനയ്ക്ക് ഇവിടെ വരാൻ വളരെ താല്പര്യമുണ്ട്. ഇപ്പൊ കുഞ്ഞ് സ്കൂളിൽ പോകുന്നുണ്ട്, പ്രാർത്ഥന വരാൻ വലിയ താല്പര്യമുണ്ട്. പിശാച് ദോഷത്തിനായിട്ട് ചെയ്യും, ദൈവം അത് നന്മയ്ക്കായിട്ട് മാറ്റും. കാര്യങ്ങളെ ഉയർത്തിക്കിടാൻ മെസ്സേജാണ്. കർത്താവേ, ഈ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയുടെ മേൽ പകരണം. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഒരത്ഭുതം നിങ്ങൾ സംഭവിക്കുക. ഇന്ന് കണ്ട രോഗമെന്ന് ഇനി കാണത്തില്ല. യെസ്, സൗഖ്യമാകുക. രോഗത്തിന്റെ ബന്ധനങ്ങളെ, ശാപബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. പൂർണ്ണമായി സൗഖ്യമായി. കംപ്ലീറ്റില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ സഹോദരി ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ ഓവറിയിൽ ഒത്തിരി, റൈറ്റ് ഓവറിൽ ഒത്തിരി മുഴകളുണ്ട്, ഓവറി റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വന്ന് കരഞ്ഞുണ്ടായി കുഞ്ഞു പ്രാർത്ഥിച്ച്. എന്നാൽ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതകരമായിട്ട് പ്രിയമുള്ളവരെ, കർത്താവ് ചെയ്ത അത്ഭുത സാക്ഷ്യങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. ഇത് നടന്നതെല്ലാം യേശുവിൻ്റെ നാമത്തിലാണ്. മനുഷ്യൻ്റെ ശക്തി കൊണ്ടോ മനുഷ്യൻ്റെ കഴിവൊന്നുമല്ല. കർത്താവിൻ്റെ നാമത്തെ എവിടെ ഉയർത്തിയിട്ടുണ്ടോ അവിടെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം വളരെ ഉറപ്പാണ്. വർഷങ്ങളായിട്ട് വിടുതലില്ലാതെ ഇനി എവിടെ പോയാൽ രക്ഷ പ്രാപിക്കും എന്ന് വിചാരിച്ച് ഭാരപ്പെട്ട് കടന്നു വന്നവരെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് വിടുവിച്ച് അവരെ സൗഖ്യമാക്കി. സൗഖ്യം മാത്രമല്ല, സമൃദ്ധമായ ജീവൻ അവരിലേക്ക് കർത്താവ് കൊടുത്തു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ശാപങ്ങൾ, പരാജയപ്പെടുത്തുന്ന ശാപങ്ങൾ നിങ്ങളിന്ന് കർത്താവ് മാറ്റാൻ വേണ്ടി പോകാം. സ്വർഗസ്ഥ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്ന അനുഗ്രഹം പ്രാപിക്കാൻ കഴിയാതെ ഏതെല്ലാം മേഖലകളിൽ പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് ശാപത്തിന് കീഴിലായിരിക്കുന്നു, ഇന്ന് ആ ശാപങ്ങളിൽ നിന്ന് യേശുക്രിസ്തുവിൻ നാമത്തിൽ ഈ വ്യക്തികൾ പൂർണ്ണമായി സ്വതന്ത്രമാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ പരാജയങ്ങൾ ജനത്തെ വിട്ട് മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഭയം, ഉത്കണ്ഠകൾ യേശുവിൻ്റെ നാമത്തിൽ ഇവരെ വിട്ട് മാറട്ടെ. എല്ലാ തകർച്ചകളും, സാമ്പത്തിക ഞെരുക്കങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ വിട്ട് മാറുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സമൃദ്ധമായ അനുഗ്രഹം ഇവരിൽ ഉണ്ടാകട്ടെ. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ ഇവർ പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരിലേക്ക് ഒരാത്മ പകർച്ച ഉണ്ടാകട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തിട്ടുണ്ട്. സ്തോത്രം. യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, നിങ്ങളെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിക്കുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങളാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രോഗ്രാം കണ്ട അനേകർ വിളിച്ച് പ്രയർ ലൈനിൽ അഭിഷിക്തന്മാരായ ദൈവാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തന്നെ വലിയ അത്ഭുതങ്ങൾ നടന്നു. ഒത്തിരി സാക്ഷ്യങ്ങൾ, ഒത്തിരി ഫോൺ കോളുകൾ നടന്നു. കോട്ടയത്ത് ദൈവത്തിൻ്റെ ശക്തമേറിയ അഭിഷേകവും വലിയ വിടുതലുകളും ഞങ്ങൾ കണ്ണുകൊണ്ട് കാണുകയാണ്. നിങ്ങൾ കേരളത്തിൽ എവിടെ ഉണ്ടെങ്കിലും കോട്ടയത്ത് ഒരു ഞായറാഴ്ച ആരാധനയ്ക്കായിട്ട് കടന്നു വരണം. രോഗികളുണ്ടെങ്കിൽ കൊണ്ടുവരണം. കർത്താവ് വലിയ കാര്യങ്ങൾ, കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാം. ഒരിക്കൽ കൂടെ കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മുതൽ 1 മണി വരെ കോട്ടയം ചന്തക്കവലയിലുള്ള വ്യാപാര ഭവനിൽ
ഡെലിവറൻസ് ചർച്ചിന്റെ ആരാധനയും വിടുതൽ ശുശ്രൂഷയും നടത്തപ്പെടുന്നു. ലോകപ്രശസ്ത സുവിശേഷകൻ പാസ്റ്റർ ഷാജൻ ജോർജ് ദൈവവചനം ശുശ്രൂഷിക്കുന്നു. നിങ്ങളെ ഏവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഡെലിവറൻസ് ചർച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു.